അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആകാശമാണോ ആദ്യം സൃഷ്ടിച്ചത്, ഭൂമിയാണോ ആദ്യം ഉണ്ടായത്? ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ അവ്യക്തതകളുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 29-ാമത്തെ വചനത്തിൽ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ മുഴുവനായി സൃഷ്ടിച്ച ശേഷമാണ് ആകാശത്തെ സൃഷ്ടിച്ചത് എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ 79-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വചനത്തിൽ പറയുന്നത് അല്ലാഹു ആകാശത്തെ ആദ്യം സൃഷ്ടിച്ചു, പിന്നീട് ഭൂമിയെ പടച്ചു എന്നാണ്. ഈ രണ്ട് ആയത്തുകളും പരിശോധിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിക വിശ്വാസപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശമാണ് ആദ്യം സൃഷ്ടിച്ചത്, പിന്നീട് ഭൂമിയെ പടച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഖുർആൻ പറയുന്നത് അഅന്തും അശദ്ദു ഖൽഖന മിസ് സമാഉ ബനാഹ, നിങ്ങളാണോ ശക്തിയായ ആളുകൾ, നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടാൻ കൂടുതൽ പ്രയാസമുള്ളവർ? അതോ ആകാശമാണോ? ആകാശത്തെ നാം ഉയർത്തുകയും അതിനെ ശരിപ്പെടുത്തുകയും ചെയ്തു. നാം അതിനെ രാത്രി ഇരുട്ടാക്കുകയും പകലിനെ വെളിച്ചമുള്ളതാക്കുകയും ചെയ്തു എന്നാണ്. അതിനുശേഷം അല്ലാഹു ഭൂമിയെ വികസിപ്പിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആകാശമാദ്യം ഉണ്ടായി, പിന്നെ ഭൂമി ഉണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ വരുന്ന സംശയം സൂറത്തുൽ ബഖറയിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, വല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, വല്ലദീ ഖലഖലകും, അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ. സുമ്മസ്തവ ഇല സമാഇ ഫസവ്വാഹുന സബ്അ സമാവാത്, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിലോകത്തെ സംവിധാനിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് ആകാശമുണ്ടാക്കി എന്നാണല്ലോ പറയുന്നത്. ഇത് വൈരുദ്ധ്യമല്ലേ എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ സുമ്മ എന്ന പദപ്രയോഗം ഇവിടെ നടത്തിയിട്ടുള്ളത് കേവലം അതിൻ്റെ സൃഷ്ടിക്രമത്തിൻ്റെ രൂപത്തെ വിശദീകരിക്കാനുള്ള ഒരു പരാമർശമല്ല ഇവിടുത്തെ സുമ്മ എന്ന പരാമർശം, പിന്നീട് എന്ന പരാമർശം, മറിച്ച് ആശയത്തെ സൂചിപ്പിക്കുന്ന പരാമർശമാണ്. ഇത് എല്ലാ ഭാഷയിലും ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ പോലും നീ ഇന്ന് എങ്ങോട്ട് പോയതായിരുന്നു എന്നെനിക്കറിയാം, നീ ഇന്നലെ എങ്ങോട്ട് പോയതായിരുന്നുവെന്നും എനിക്കറിയാം. ഇവിടെ ആദ്യം പറയുന്നത് ഇന്നലെ എന്ന് പറയുന്നതിൻ്റെ ഭാഗത്ത് ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നലേക്ക് മുമ്പാണ് ഇന്ന് എന്ന അർത്ഥമില്ല, മറിച്ച് ഇന്ന് എന്നതിന് മുമ്പാണ് ഇന്നലെ, ഇന്ന് എന്ന ദിവസത്തിന് മുമ്പാണ് ഇന്നലെ, അല്ലാതെ ഇന്നലെ എന്ന ദിവസത്തിന് മുമ്പല്ല ഇന്ന്. ഇത് കേവലം ആശയത്തെ സൂചിപ്പിക്കുന്ന പരാമർശമാണ്. നമ്മൾ ഇരുന്ന് വ്യക്തമായി സൂറത്തുൽ ബഖറയുടെ ഈ ആയത്തൊന്ന് പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാൻ കഴിയും. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംബാതൻ ഫഅഹ്യാകും, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും? നിങ്ങൾ നിർജീവമായൊരവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ജീവൻ നൽകിയത് അവനാണ്. സുമ യുമീത്തുക്കും, ജീവൻ നൽകിയ ശേഷം നിങ്ങളെ മരിപ്പിക്കുന്ന അവനാണ്. സുമ യുഹീക്കും, പിന്നീട് നിങ്ങൾ ജീവിപ്പിക്കുന്ന അവനാണ്. സുമ ഇലൈഹി തുർജഊൻ, പിന്നെ അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിർജീവാവസ്ഥയിൽ നിന്ന് നിങ്ങളെ ജീവിപ്പിക്കുന്ന, പിന്നെ മരിപ്പിക്കുന്ന, പിന്നെയും ജീവിപ്പിക്കുന്ന, അവനിലേക്ക് മടക്കപ്പെടുന്നവനായ ആ പടച്ചവൻ അല്ലാഹുവിനെ നിങ്ങൾക്ക് എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, അതിന് തെളിവായി അല്ലാഹു പറയാണ് ഭൂമിയിലുള്ള എല്ലാത്തിനെയും ശരിപ്പെടുത്തിയത്, പടച്ചത് അവനാണ്. സുമ്മസ്തവ ഇല സമാഇ ഫസവ്വാഹുന്ന, എന്നിട്ട് ഉപരിലോകത്ത് ഉപവിഷ്ടനാവുകയും ആകാശലോകങ്ങളെ ശരിപ്പെടുത്തുകയും ചെയ്ത് അവനാണ്. ഫസവ്വാഹുന്ന സബ്അ സമാവാത്, 7 ആകാശങ്ങളെയും സജ്ജീകരിച്ചത്, സംവിധാനിച്ചത് അവനാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇവിടെ അല്ലാഹുവിനെ എങ്ങനെയാണ് നിഷേധിക്കുക എന്ന ആശയത്തെ അല്ലാഹു തെളിവുകൾ കൊണ്ട് ഖണ്ഡിക്കുകയാണ്. നിങ്ങളെ നിർജീവാവസ്ഥയിൽ നിന്ന്, ഒന്നുമില്ലായ അവസ്ഥയിൽ നിന്ന് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും പിന്നീടും ജീവിപ്പിച്ച് അവനിലേക്ക് മടക്കുകയും ചെയ്യുന്നവനാണ് അല്ലാഹു. കാരണം ഈ ഭൂമിയെ മുഴുവനും സജ്ജീകരിച്ച്, ആകാശത്തെ സജ്ജീകരിച്ച് പരിപാലിച്ച് സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവന് ഇതൊക്കെ എളുപ്പമാണ്. അതുകൊണ്ട് അല്ലാഹനെ നിഷേധിക്കാൻ പറ്റൂല എന്ന ആശയത്തെ സ്ഥാപിക്കാനാണ് സുമ്മ എന്ന പദപ്രയോഗം കൊണ്ട് ഈ ഭൂമിയെ സൃഷ്ടിച്ചു എന്നും അതേപോലെ തന്നെ ആകാശത്തെ പടച്ചു എന്നുമുള്ള പരാമർശം സൂചിപ്പിച്ചത്. അതല്ലാതെ സൃഷ്ടിയുടെ ക്രമത്തെ സൂചിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് ഇസ്ലാമിക വിശ്വാസപ്രകാരം ആകാശമാണ് ആദ്യം സൃഷ്ടിച്ചത്, സൂറത്തുൻ നാസിയാത്തിൽ പറഞ്ഞതുപോലെ, പിന്നീടാണ് ഭൂമിയെ പടച്ചതെന്ന് കാണാൻ കഴിയും. ഇത് വൈരുദ്ധ്യമല്ല, കേവലം ആശയങ്ങൾ തമ്മിലുള്ള കേവലം ആശയത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരാമർശമായിട്ട് മാത്രമേ സുമ്മ എന്ന പദത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.